നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. സൗഹൃദമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തൻ. എബ്രഹാം ലിങ്കന്റെ വാക്കുകളാണിവ. നിങ്ങളെ ശക്തരാക്കുന്ന നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചന്ദ്രലേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികളെ പറ്റിയുള്ള പിന്നിലാവുന്ന സെഗ്മെന്റാണ് ആദ്യമായി ചന്ദ്രലേഖയിൽ. ഇന്ത്യയിലെ മണിപ്പൂരിൽ നിന്നുള്ള ബോക്സിംഗ് കായിക താരമാണ് മേരി കോം. 5 തവണ ലോക ബോക്സിംഗ് ജേതാവായിട്ടുള്ള മേരി കോം 2012 ഒളിമ്പിക്സിൽ വനിതാ വിഭാഗം ബോക്സിംഗ് ആദ്യമായി ഉൾപ്പെടുത്തിയപ്പോൾ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. 1983 മാർച്ച് 1 മണിപ്പൂരിലെ ചുൻചൻപൂർ ജില്ലയിലാണ് മേരി കോമിന്റെ ജനനം. ബാല്യത്തിലെ അത്ലറ്റിക്സിൽ താല്പര്യമുണ്ടായിരുന്ന മേരി കോം 2000 ബോക്സിംഗിലേക്ക് തിരിയുന്നത് പ്രശസ്ത മണിപ്പൂരി ബോക്സറായ ഡിങ്കോ സിംഗിന്റെ വിജയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്. 2005 ഓങ്കോലോർ കോമിനെ വിവാഹം കഴിച്ചു. മേരി കോം 3 കുട്ടികളുടെ അമ്മ കൂടിയാണ്. ബോക്സിംഗിലെ ഇന്ത്യൻ കരുത്ത് തന്നെയാണ് മേരി കോം തുറന്നു കാട്ടുന്നത്. 2003 ബോക്സിംഗിൽ അർജുന അവാർഡും 2006 പത്മശ്രീയും 2009 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരവും 2013 പത്മഭൂഷൺ പുരസ്കാരവും നൽകി രാജ്യം ഈ വനിതാ പോരാളിയെ ആദരിച്ചു. ഇംഫാലിന് പുറത്തുള്ള ലാംഗോലിലെ ഗെയിംസ് വില്ലേജിലാണ് മേരി സ്വന്തമായൊരു ബോക്സിംഗ് അക്കാദമി 2006 സ്ഥാപിച്ചത്. മേരി കോമിന്റെ ഭർത്താവ് ഓങ്കോലർ കോമാണ് അക്കാദമിയുടെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത്. ഇന്നും ഇന്ത്യൻ സ്പോർട്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത വ്യക്തിത്വമായി മേരി കോം തുടരുന്നു. കുഞ്ഞുങ്ങളെ ഇഷ്ടമല്ലാത്തവരായി ആരും തന്നെയില്ല. അവരുടെ നിഷ്കളങ്കമായ ചിരിയും കുസൃതികളും എല്ലാം ആരെയും ആകർഷിക്കുന്നതാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയാം ഓമന തിങ്കൾ സെഗ്മെന്റിലൂടെ. ഇന്നത്തെ യങ് പാരൻസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവരുടെ കുട്ടികളെ നോക്കാൻ ഒരു പ്രോപ്പർ സപ്പോർട്ട് സിസ്റ്റം ഇല്ല എന്നുള്ളത്. അവരുടെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് പോകാൻ അവർ ചിലപ്പോൾ ആയമാരെയൊക്കെ ആയിരിക്കും ഏർപ്പാട് ചെയ്യുന്നത്. കുട്ടികളെ ഇങ്ങനെ ആയമാരുടെ കയ്യിൽ ഏൽപ്പിച്ചു പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പാരന്റിംഗ് കൺസൾട്ടൻ്റായ ജസീന ബക്കറാണ്. ജോലിക്കാരായ മാതാപിതാക്കളുള്ള കുട്ടികളുടെ ഏറ്റവും നേരിടുന്ന പ്രശ്നമാണ് അവരെ ആയമാരെയൊക്കെ ഏൽപ്പിച്ചിട്ടായിരിക്കും അവർ ചിലപ്പോൾ ജോലിക്ക് പോകുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു വാട്സാപ്പ് അല്ലോ ഫേസ്ബുക്കിലൊരു പോസ്റ്റർ കണ്ടു. ഒരു കുട്ടി അമ്മയോട് ചോദിക്കുകയാണ്, അമ്മയുടെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഗോൾഡും പേഴ്സും ഒക്കെ സെർവൻറ്റിനെ ഏൽപ്പിച്ച് പോകുന്നത്. അപ്പോൾ അമ്മ അയ്യോ ഒരിക്കലും ഇല്ല, അതൊക്കെ എൻ്റെ വളരെ വാല്യുബിൾ കാര്യങ്ങളാണ്, ഞാൻ എങ്ങനെ ട്രസ്റ്റ് ചെയ്യുക സെർവൻറ്റിനെ? അപ്പോൾ കുട്ടി ചോദിക്കുന്നു, അപ്പോൾ പിന്നെ എന്തിനാ അമ്മ എന്നെ സെർവൻറ്റിനെ ഏൽപ്പിച്ച് പോകുന്നത്? വളരെയധികം ചിന്തിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം നമ്മൾ കുട്ടികളെപ്പോഴും സെർവൻസിനെ ഏൽപ്പിച്ച് പോകുമ്പോൾ നമ്മൾ നമ്മുടെ കൺവീനിയൻസ് നോക്കുന്നത്, കുട്ടികളത് എങ്ങനെ ഉൾക്കൊള്ളുന്നു നമുക്ക് അറിയുന്നില്ല. ശരിക്കും ഒരു കുട്ടി രാവിലെ എണീക്കുമ്പോൾ 2 മദേഴ്സിനെ കാണുന്ന പോലെയാണ്. ഒരാൾ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്, പക്ഷെ മറ്റാളാണ് കൂടുതൽ അമ്മേനെക്കാളും കൂടുതൽ എപ്പോഴും കെയർ തരുന്നത്, കരയുമ്പോൾ എടുക്കാൻ വരുന്നത്. മറ്റേ അമ്മയാണ് കുട്ടിക്ക് കരയുമ്പോൾ ചോക്ലേറ്റ് കൊടുക്കുന്നത്, പുറത്ത് കൊണ്ട് കളിപ്പിക്കുന്നതൊക്കെ. പക്ഷേ ഈ കുട്ടി കാണുന്നത് എന്താ വെച്ചാൽ ശരിക്കുള്ള അമ്മ എപ്പോഴും ഈ ചെറിയ അമ്മയെ എപ്പോഴും വഴക്ക് പറയുക, ബഹളം ഒക്കെ കാണുന്നത്. അപ്പോൾ കുട്ടിക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ്. കാരണം ആരുടെ അടുത്തേക്കാണ് ഞാൻ ശരിക്കും അമ്മയുടെ ഒരു ഇതിന് പോകേണ്ടത്, അമ്മയുടെ ഒരു അറ്റൻഷൻ വേണ്ട ഒരു സമയം ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത്, എനിക്ക് എന്നെ ആരാ കൂടുതൽ സ്നേഹിക്കുന്നതൊക്കെ. അൾട്ടിമേറ്റ്ലി ഈ ചെറിയ അമ്മ ചില ആയ ഒരു ദിവസം ഈ കുട്ടിയെ വിട്ടു പോകുന്നൊരു സിറ്റുവേഷനാണ്. അപ്പോൾ കുട്ടിക്ക് ശരിക്കും വീട്ടിൽ ഒരു 2 മദേഴ്സ് ഉള്ളൊരു കണ്ടീഷനിലാണ് കുട്ടി വളർന്നു വരുന്നത്. ഇത് സ്വാഭാവികമായി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെന്താണ് ഒരു റെമഡി ഉള്ളത്? ഇപ്പോൾ റെമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ട്രഡീഷണൽ ഫാമിലീസ് ആണെങ്കിൽ അവിടെ ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും. ഗ്രാൻഡ് പേരൻസ് ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് കുട്ടിക്ക് ഒരായ വെക്കേണ്ട കാര്യമില്ല. അങ്ങനെയാകുമ്പോൾ കുട്ടിക്ക് അങ്ങനെ 2 പേരൻസ് ലെവൽ തോന്നില്ല, ഒന്ന് മദർ ഒന്ന് ഗ്രാൻഡ് മദർ. പക്ഷെ അങ്ങനത്തെ ഇല്ലാത്ത സിറ്റുവേഷനിൽ ആയനെ വെക്കുന്നത്. പിന്നെ വേറൊരു റെമഡി എന്താണെന്ന് വെച്ചാൽ കുട്ടിയെ നമുക്ക് ഡേ കെയർ സെൻറ്ററിൽ ഇടാം. പക്ഷേ ഡേ കെയർ സെൻറ്ററിൽ ഇടുമ്പോഴും അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. മദർ ഇപ്പോൾ ഫുൾ ടൈം വർക്കിംഗ് മദർ ആണെങ്കിൽ 6 o'clock വരുന്ന മദർ ആണെങ്കിൽ മിക്ക ഡേ കെയർ സെൻറ്റേഴ്സും അതിന് മുമ്പേ ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു ഫുൾ ടൈം ഒരു ഓപ്ഷൻ ആയിട്ട് അല്ലെങ്കിൽ ഡെയിലി ഓപ്ഷനായിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ കുട്ടിക്ക് അസുഖമുള്ള ദിവസങ്ങൾ ഡേ കെയർ സെൻറ്ററിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ദിവസം. കാരണം മിക്ക ഡേ കെയർ സെൻറ്റർ റൂൾ എന്താ വെച്ചാൽ കുട്ടിക്ക് അസുഖം ഉണ്ടെങ്കിൽ കുട്ടിയെ നിങ്ങൾ ഡേ കെയർ സെൻറ്ററിൽ കൊണ്ടുവരില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസം മദർക്കൊരു ഫുൾ ടൈം സപ്പോർട്ടിൻ്റെ വീണ്ടും ആവശ്യം വരികയാണ്. ന്യൂക്ലിയർ ഫാമിലീസാണ് മദറിന്. പിന്നെ വേറൊരു സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ 2 ഹസ്ബൻഡും വൈഫും
ഒരു ഈക്വൽ പേരൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിനെ പോലെ നമുക്ക് മദേഴ്സിന് വർക്ക് അറ്റ് ഹോം ഒരു ഓപ്ഷനാണ്. ചെറിയ കുട്ടികളെ മദർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. വർക്ക് അറ്റ് ഹോം ഓപ്ഷൻസ് മിക്ക കമ്പനീസും പുറത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ വെരി ഫ്യൂ കമ്പനീസാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കുട്ടിക്ക് ഒരു വയസ്സാകുന്നേരം ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഒരു 18 months പിന്നെ കൊടുക്കുന്നത്. 6 months മെറ്റേണിറ്റി ലീവ് ഉണ്ടെങ്കിൽ ബാക്കി ഒരു 12 months വർക്ക് ഫ്രം ഹോം ഓപ്ഷൻ. പക്ഷെ അതും ഈ എല്ലാ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ ഒന്ന് പറ്റുള്ളൂ, 2 ഈക്വൽ പേരൻറ്റിങ് നടക്കുന്നതിന് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡേ കെയർ സെൻറ്റർ ടിൽ 7-8 ഉണ്ടെങ്കിൽ പറ്റും, അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം. ഇതൊന്നും ഇല്ലാത്തവർക്കാണ് ശരിക്കും ഒരു ഫുൾ ടൈം ആയതിന് ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ളവർ ഇപ്പോൾ ഒരു ആയനെ ഏൽപ്പിച്ചിട്ട് പോകണം, അങ്ങനെ ഒരു സിറ്റുവേഷൻ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളവർ എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യുമെന്നാണ് പറയുന്നത്? ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ആയനെ നമ്മൾ വെക്കുമ്പോൾ അതൊരു മദർക്ക് അല്ലെങ്കിൽ ഫാദറിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, ഒരു സപ്പോർട്ട് മാത്രമാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ആയൻ്റെ വളർന്ന് സോഷ്യൽ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് വളരെ വ്യത്യാസമാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇവരെ ബിഹേവിയർ, ഇവരെ ക്യാരക്ടർ, ഇവരെ ഹാബിറ്റ് ഒക്കെ പിക്കപ്പ് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ പേരൻസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹാബിറ്റ്, ബിഹേവിയർ സെറ്റിംഗ് ടൈം ഒക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാകണം. ഫുൾ ടൈം വർക്കിംഗ് ആണെങ്കിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ കുട്ടിയുടെ കൂടെ ആയിരിക്കണം ഫുൾ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ആ തിരിച്ച് വന്ന സമയത്തും വീണ്ടും മായക്ക് വിട്ടു കൊടുക്കരുത്. 6 o'clock വരണം, ഫ്രം 6 o'clock കുട്ടി ഉറങ്ങുന്നവരെ, പിന്നെ നെക്സ്റ്റ് ഡേ മദറും ഫാദറും ഓഫീസിൽ പോകുന്നവരെ കുട്ടികളുടെ കൂടെ തീർച്ചയായും സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിഹേവിയർ പാറ്റേൺസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ ഈ ഡെവലപ്മെൻറ്റിനുള്ള ഒരു കോഗ്നേറ്റീവ് പാറ്റേൺ, അവരെ ക്യാരക്ടർ പാറ്റേൺ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കുറച്ച് ഇൻഫ്ലുവൻസ് ആണ് ആയമാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശ്രദ്ധിക്കണം. പിന്നെ കുട്ടീനെ വല്ല അബ്യൂസ് ആയമാർ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പല വീട്ടിലും അവർ പറയും CCTV വെച്ചിട്ടുണ്ട്. പക്ഷെ CCTV നമുക്കതൊരു ഫുട്ടേജ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു എന്താ വെച്ചാൽ എന്തെങ്കിലും ഒന്ന് നടന്നു കഴിഞ്ഞാൽ, എന്തൊരു സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് നമുക്ക് ഫുട്ടേജിൽ നിന്ന് കാണാം. അല്ലാണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു ചൈൽഡ് അബ്യൂസ് ചെയ്യുന്നൊരു ചൈൽഡ് അബ്യൂസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല ആ സിറ്റുവേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഹൗസ് മെയ്ഡിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടാവുമല്ലോ. ഇപ്പം നമുക്ക് ശരിക്കും ഹൗസ് മെയ്ഡിനെ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ആക്ച്വലി സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഏജൻസി പോയി പറയുന്ന ഒരു മെയ്ഡ് വേണം, ഇതാണ് നമുക്ക് വേണ്ട സാലറി, ഇതാണ് നമുക്ക് വേണ്ട ജോബ്സ് ഒക്കെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട്, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് പാവപ്പെട്ട വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇവരെ ക്യാരക്ടറും ഇവരെ ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്യാൻ പറ്റുന്നത്? കാരണം മിക്ക കുട്ടികളും വരുന്ന വളരെ എക്കണോമിക്കലി ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കുട്ടികളാണ്. ഇവരെ വീട്ടിലൊക്കെ പേരൻസ് ഇവരെ അടിച്ചിട്ട് വളർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡ്രങ്ക് ഫാദേഴ്സ് ആയിരിക്കും. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടികൾ അത് കണ്ടിട്ടാണ് വളർന്നത്. ഈ സെർവൻസ് കാണുന്നത് എന്നെ വളർത്തിയിട്ടിൽ അടിച്ചുകൊണ്ടാണ്. അപ്പം ഞാൻ നോക്കാൻ പോകുന്ന കുട്ടിയെ ഞാൻ അങ്ങനെ വളർത്തുന്നു എന്നാണ് ഇവർക്ക് അറിയുന്നത്. അങ്ങനെയാണ് നമ്മളെ കുട്ടിയെ വന്ന് വളർത്തുന്നത്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നാട്ടിൽ പറ്റില്ല. കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നൊരു എക്കണോമിക്സ് അവിടെ ഉണ്ട്. ഈ ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ഇല്ല ഈ കാലത്ത് സെർവൻസിന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്ഷനിൽ നമുക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാലറിയിൽ നമ്മൾ എന്ത് വന്നാലും ആ സർവീസ് നമ്മൾ എടുക്കുക ചെയ്യണം. ഇപ്പം ഹൗസ് മെയ്ഡ്സിനെയൊക്കെ ട്രസ്റ്റ് ചെയ്ത് ജോലിക്ക് പോകുന്ന പാരൻസ് ആണെങ്കിലും അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഈ കുട്ടി ഒരു അബ്യൂസിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? കുട്ടികളായിട്ട് ഭയങ്കര ക്ലോസ് ആണെങ്കിൽ ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. കുട്ടികളായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളെ എപ്പോഴും ശ്രദ്ധിക്കുന്ന പേരൻസ് ഒക്കെയാണ് നമുക്ക് ഒത്തിരി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു ടോഡ്ലർ എന്ന് വെച്ചാൽ 2 years വരെയുള്ള കുട്ടികൾ ടോഡ്ലർ എന്ന് പറയും. ഒരു ടോഡ്ലറിന് വല്ല അബ്യൂസ് നടത്തുന്നത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം കുട്ടിക്ക് പറയാനുള്ള പ്രായമായിട്ടില്ല. പക്ഷെ അതിൻ്റെ ബിഹേവിയർ ഉണ്ടോ, ചില ബിഹേവിയേഴ്സ് ആയനെ കാണുമ്പോൾ പേടിക്കുക, അല്ലെങ്കിൽ ചില ബോഡി ലാംഗ്വേജസിൽ പേരൻസിനെ അടിക്കുക, പേരൻസിന് ചെയ്യുന്ന കാര്യങ്ങൾ തിരിച്ച് ഉപദ്രവിക്കാൻ നോക്കി, ഇത്രയും കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫിസിക്കലി ചിലപ്പോൾ നമുക്കത് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആയക്കും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ചിലപ്പം പാടുകളില്ലാണ്ടൊരു കുട്ടീനെ അടിക്കുന്നത്. ഈ ടോഡ്ലർ നടക്കുന്ന ഏറ്റവും വലിയ ഞാൻ എപ്പോഴും കേൾക്കുന്ന കാരണം വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് പാല് കൊടുക്കുമ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ അത് കുട്ടിക്ക് കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആയായിരിക്കും കഴിക്കുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ കുട്ടി ടയർഡായിരിക്കുന്നുണ്ടാവും വൈകിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി ക്ഷീണിച്ച് പോകുന്നുണ്ടാവും, എന്തെങ്കിലും ഒരു ബിഹേവിയർ പാറ്റേൺ നമുക്ക് വ്യത്യാസം കണ്ടിരിക്കും. അതിന് പക്ഷേ പേരൻസ് അത്രയും ക്ലോസ് ആയിരിക്കണം കുട്ടിയായിട്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. കുറച്ചുകൂടി വലിയ കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും ആയ പറയും ഇത് വീട്ടിൽ പറയരുത്, വീട്ടിൽ പറഞ്ഞ് ഞാൻ വിട്ടുപോകും, നീ ഒറ്റയ്ക്കാവുമെന്ന് പറഞ്ഞ് ത്രെറ്റൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾ ഒരിക്കലും ഇത് വീട്ടിൽ പറയില്ല. പക്ഷെ പേരൻസ് എങ്ങനെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെ
ഹാൻഡിൽ തീർച്ചയായിട്ടും ക്ലോസ് പേരൻസിന് മനസ്സിലാക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ കുട്ടികളുടെ സൈക്കോളജിക്കായിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ടല്ലോ, ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കായി പോവുക, അതൊക്കെ ഏത് രീതിയിലാണ് അവരെ ബാധിക്കുന്നത്? അവരുടെ ഫ്യൂച്ചർ ബിഹേവിയറിനെ അതെങ്ങനെ ബാധിക്കും? അവർ സെൽഫ് എസ്റ്റീം വളരെ കുറയും. കാരണം ഈ രണ്ട് പേരൻസും ഫുൾ ടൈം വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വന്നും ട്രാഫിക് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 6-7 ആവും. പിന്നെ വരുന്ന പേരൻസ് ടയേർഡായിരിക്കും. കാരണം അവർ വർക്ക് അങ്ങനെയാണ്, വർക്ക് കഴിഞ്ഞിട്ട് ഒത്തിരി ടയേർഡായിട്ട് വരുമ്പോൾ 6-7 വരുന്നത്. അപ്പോൾ അവർ ടയേർഡ്, അവർ ഫസ്റ്റ് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ റിലാക്സ് ചെയ്യട്ടെ. മിക്ക ഫാദേഴ്സും ഇപ്പോൾ ഫുൾ ടൈം ആയില്ലേ, മദർക്ക് വീട്ടിൽ വന്നിട്ട് വീണ്ടും കുക്കിംഗ് വർക്ക് ഉണ്ടാവും, ക്ലീനിങ് വർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ആർക്കും വീണ്ടും പകൽ മാത്രമല്ല തിരിച്ച് വന്നാലും കുട്ടിയെ ശ്രദ്ധിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ പേരൻസ് ശ്രദ്ധിക്കാണ്ടാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഇൻസെക്യൂരിറ്റിയാണ്. കുട്ടിയുടെ കൂടെ പേരൻസ് ടൈം സ്പെൻഡ് ചെയ്യാത്ത ഇൻസെക്യൂരിറ്റി വരും. ഇൻസെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെൽഫ് എസ്റ്റീം കുറഞ്ഞു വരും, നമുക്ക് നമ്മളിലുള്ള വിശ്വാസം കുറയും. കാരണം നമ്മൾ ശരിക്കും സ്നേഹിക്കാൻ ആളില്ല. ഒരു ആയയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അൺകണ്ടീഷണൽ ലവ് ആയിരിക്കില്ല. ഭക്ഷണം കിട്ടും, സമയത്തിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പാർക്കിൽ കളിക്കാൻ കൊണ്ടും 1 മണിക്കൂർ കളിക്കാൻ കൊണ്ട് കളിച്ച് കഴിഞ്ഞ് തിരിച്ചു വരും. ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരു അപ്ബ്രിങ്ങിങ് ആയിരിക്കും. പക്ഷേ സ്നേഹം കൊടുക്കാനും പേരൻസിനെ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ സ്നേഹം കിട്ടില്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി വരും, അതിൽ നിന്നൊരു സെൽഫ് എസ്റ്റീം കുറയും. ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല. അത് പുറത്തേക്ക് വരുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം ഞാൻ എപ്പോഴും ഒറ്റപ്പെട്ടിരിക്കണം, എൻ്റെ പേരൻസിന് എന്നെ വേണ്ടായിരുന്നു. പേരൻസ് ശരിക്കും കുട്ടിക്ക് വേണ്ടിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ കുട്ടിയുടെ ധാരണ എന്താ വെച്ചാൽ അവർക്കൊന്നും എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണ്ട, അവർക്ക് അവർ വർക്കാണ് ഇമ്പോർട്ടൻറ്റ്. അതാണ് കുട്ടിയുടെ മെസ്സേജ്. പേരൻസിൻ്റെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഞാൻ മോൻക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ കുട്ടി പുറത്തത് കാണിക്കുന്നത് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആയിട്ടാണ്. അത് ലൈഫ് ലോങ് ഇനി അത്രയും സ്നേഹിക്കുന്ന ഒരാൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് ആ കോൺഫിഡൻസ് ബിൽഡായിട്ട് വീണ്ടും വരിക. ഇപ്പോൾ സാധാരണയായിട്ട് ഇങ്ങനെ ആയമാർ നോക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അവർ സംസാരിക്കാൻ ലേറ്റ് ആവുക, നടക്കാൻ ലേറ്റ് ആവുക, അതൊക്കെ എങ്ങനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും? ആയമാർ നോക്കുന്ന കുട്ടികളിൽ മിക്കവരും ഡെവലപ്മെൻറ്റൽ ഡിലേ വരാറുണ്ട്. കാരണം കുട്ടികൾക്ക് ചിലപ്പോൾ വന്നിരിക്കുന്ന ആയയുടെ നേറ്റീവ് ലാംഗ്വേജ് ചിലപ്പോൾ തമിഴായിരിക്കാം, ഹിന്ദി ആയിരിക്കാം, ഇവിടെ വീട്ടിൽ സംസാരിക്കുന്ന മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും. അപ്പോൾ ആയും കുട്ടിയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെ വളരെ കുറവായിരിക്കും, ചിലപ്പോൾ ബോഡി ലാംഗ്വേജിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ പുറകോട്ടായിരിക്കും. അതുപോലെ തന്നെ ആയ ചിലപ്പോൾ വളരെ ക്വയറ്റായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ഈ കുട്ടിയുടെ കൂടെ കളിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ബിഹേവിയർ സ്കിൽസ് എല്ലാം അക്വയർ ചെയ്യാൻ ഡിലേ വരും. കാരണം ഒരിക്കലും ഒരു ആയ ഒരു മദറോ ഫാദറോ ആകാൻ പറ്റുന്നില്ല. ഈ ആയെന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ ട്രെയിൻഡ് അല്ല ഇവരെ ബുദ്ധിമുട്ട് കൊണ്ട് സെർവൻസ് ആയിട്ട് വരാം. അത് പുറത്ത് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കുകയാണെങ്കിൽ നാനി, പിന്നെ ഗവർണൻസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യണം കുട്ടികളെ വളർത്തുന്നില്ല. അങ്ങനത്തെ ആൾക്കാരെ വെക്കുമ്പോൾ അവർക്ക് അറ്റ്ലീസ്റ്റ് കുട്ടിയുടെ സൈക്കോളജിനെ പറ്റി അറിയണ്ടാവും, കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണെന്ന് അറിയുന്നുണ്ടാവും. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പേരൻസ് നോക്കുന്ന പോലെ തന്നെ വളർത്തുന്നു. പക്ഷേ ഇവിടെ നമ്മളെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വീട്ടിലെ സെർവൻറ്റും ആയിരിക്കണം, ആയിരിക്കണം. ഒരാൾ 2 ജോബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടിയുടെ കൂടെ കളിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ചിലപ്പം വീട് വൃത്തിയാക്കേണ്ട ടൈം ആയിരിക്കും, കുക്കിംഗ് ടൈം ആയിരിക്കും. അപ്പോൾ കുട്ടിയുടെ ആ ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ടില്ല. അവരങ്ങനെ ജസ്റ്റ് വളർന്ന കുട്ടികളായിരിക്കും. ഇങ്ങനെ മൈൽ സ്റ്റോൺസ് വെച്ചിട്ട് ഇത്ര മാസങ്ങളാകുമ്പോൾ സംസാരിക്കണം, ഇത്ര മാസങ്ങളാകുമ്പോൾ നടക്കണമെന്നൊന്നും അവർക്കറിയില്ല. അപ്പം ഇങ്ങനെ വളരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ ഇവർ ജസ്റ്റ് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും ഉറക്കത്തിൻ്റെ കാര്യം ഇത്ര കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കുക. ഇതിൽ കൂടുതൽ ഇവർക്ക് സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്, അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ഒന്നും ശ്രദ്ധിക്കില്ല ആയമാർ. ഫാഷൻ്റെ ലോകം നമ്മെ ഏവരെയും കൊതിപ്പിക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം സ്റ്റൈലായി നടക്കുവാൻ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെയില്ല. ഫാഷൻ്റെ പുതിയ ട്രെൻഡുകളെ പരിചയപ്പെടുത്തുന്ന സെഗ്മെൻ്റാണ് അടുത്തതായി ചന്ദ്രലേഖയിൽ. സുഗന്ധം നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. സാധാരണ ഒരു ചികിത്സയേക്കാൾ സുഗന്ധപൂർണ്ണമായ ഒരു ചികിത്സയാണെങ്കിൽ നമ്മൾ കൂടുതൽ അതിനെ നന്നായി സമീപിക്കും. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു അരോമ തെറാപ്പിസ്റ്റാണ്, സീന സക്കറിയ. ഹായ് മാം. അരോമ തെറാപ്പി നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ആക്ച്വലി എന്താണ് ഈ സംഭവം, എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഇതിലൂടെ നടത്തുന്നതെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. എന്താണ് അരോമ തെറാപ്പി? അരോമ തെറാപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് കൊണ്ട് നമുക്ക് ഓരോ അസുഖങ്ങളും നമ്മുടെ പ്രോബ്ലംസും പിന്നെ സ്കിന്ന് ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അരോമ തെറാപ്പി എന്ന് പറയുന്നത്. ഈ ഓയിൽസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടാണോ തെറാപ്പി ചെയ്യുന്നത്? അതെ, ഓയിൽസ് എക്സ്ട്രാക്ട് ചെയ്യും. ചിലത് പലതരത്തിലുള്ള എക്സ്ട്രാക്ഷനാണ്. ചിലത് സ്റ്റീം ഡിസ്റ്റിലേഷൻ ചെയ്യും, ചിലത് സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ ചെയ്യും. ഇപ്പോൾ ജാസ്മിനും റോസും ഒക്കെയാണ് അതൊക്കെ സോൾവെൻ്റ് എക്സ്ട്രാക്ഷൻ ആയിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണ് റോസും ജാസ്മിൻ ഓയിലൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ പല രീതിയിലുള്ള എക്സ്ട്രാക്ഷൻ ഉണ്ട്. ഈ അരോമ തെറാപ്പി ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്?
ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. സ്കിന്നിനാണെങ്കിൽ പോലും നമുക്ക് എളുപ്പം അബ്സോർബ് ചെയ്യും. എസെൻഷ്യൽ ഓയിൽസ് നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും നമ്മുടെ സ്കിന്നിൽ. പിന്നെ ഇപ്പം നമുക്ക് പല അസുഖങ്ങൾ, ഇപ്പോൾ ഒരു ഡിപ്രഷനുള്ള ആൾക്ക് അതിനുള്ള ഓയിൽസ് ഉണ്ട്. ഇപ്പം ഭയങ്കര ക്ഷീണം, ഡിപ്രഷൻ അങ്ങനെയുള്ള ഇതിന് പോലും ട്രീറ്റ്മെന്റ് ആണ്. അതെ അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പോലാണ്. നമുക്ക് ചുമ്മാ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള അസുഖങ്ങളായിരിക്കാം. ചിലപ്പോൾ ക്ഷീണമുള്ളവർക്ക് ക്ഷീണം, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നാകും. അപ്പോൾ നമ്മുടെ ടോക്സിൻസ് നമുക്ക് കളയാം. അതിനൊക്കെ നമ്മൾ എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ ഉപയോഗിക്കും. ഈ അരോമ തെറാപ്പി എന്ന് പറഞ്ഞ തെറാപ്പി തുടങ്ങിയത് എപ്പോഴാണ്? അത് ശരിക്കും പറഞ്ഞാൽ ഒരു 6000 വർഷം മുമ്പ് തൊട്ടുള്ളതാണ് ഈ അരോമ തെറാപ്പി എന്ന് പറഞ്ഞത്. പക്ഷേ അതൊരു 65 ഇയേഴ്സേ ആയിട്ടുള്ളത്. ശരിക്കും ഐ മീൻ നമ്മൾ ബയോ കെമിസ്റ്റുകളെല്ലാം അത് പഠിച്ച് തുടങ്ങിയത് ഒരു 65 വർഷമേ ആയിട്ടുള്ളൂ. ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്, ഒരു ഫ്രഞ്ച് ബയോ കെമിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേര് ഗത്താഫോസെ അങ്ങനെ കണ്ട. അപ്പം പുള്ളി ഇങ്ങനെ പെർഫ്യൂമറി ഉണ്ട് പുള്ളിക്ക്. അപ്പം പുള്ളി ഇങ്ങനെ ഓരോ സയൻസ് അതെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൈ പൊള്ളി. അപ്പോൾ അന്നേരം ലാവൻഡർ ഓയിൽ ആയിരുന്നു അവിടെ ഇരുന്നത്. അത് വെച്ച് എന്തോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ലാവൻഡർ ഓയിൽ പുള്ളി ഒന്ന് തേച്ചു. അത് പെട്ടെന്ന് പുള്ളിയുടെ കൈ പൊള്ളിയപ്പം അത് തേച്ചപ്പം അത് പെട്ടെന്ന് കരിഞ്ഞു. അങ്ങനെയാണ് അതിനെക്കുറിച്ച് പിന്നെ പുള്ളി കൂടുതൽ ഗവേഷണം ചെയ്ത അങ്ങനെയാണ് അരോമ തെറാപ്പിയെക്കുറിച്ച് കൂടുതൽ ബയോ കെമിസ്റ്റുകാരെല്ലാവരും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. ഇപ്പോൾ അതുകൊണ്ട് എല്ലാവരും സയൻറ്റിസ്റ്റ് എല്ലാവരും അതൊരു നല്ല വശങ്ങളെല്ലാം കണ്ട് അത് പ്രൊമോട്ട് ചെയ്യുവാണ് അരോമ തെറാപ്പി. ഇപ്പോൾ ഈ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്ന പോലെ തന്നെയാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു അരോമ തെറാപ്പി ചെയ്യുന്ന ഒരാളുടെ അടുത്ത് വരുന്നതും ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് അറേഞ്ച്മെൻറ്റ് അങ്ങനെയായിരിക്കും? അതെ അതെ, ശരിക്കും ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പോലാണ്. ഓക്കെ, ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് നമ്മൾ ഹീൽ ചെയ്യും. പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ഈ എസെൻഷ്യൽ ഓയിൽസ് കൊണ്ട് നമുക്ക് ഹീൽ ചെയ്യും. കാരണം അതിൻ്റെ നമ്മുടെ സ്മെല്ലെന്ന് പറയുന്നൊരു 10,000 ടൈംസ് ഹയർ ആണ് മറ്റുള്ള സെൻസ് ഓർഗൻസിനെക്കാട്ടിലും. അപ്പോൾ ഈ സ്മെല്ല് നമുക്ക് വരുമ്പം ശരിക്കും നമ്മുടെ ഹോൾ വെൽ ബീയിങ്, നമ്മുടെ മനസ്സും എല്ലാം നമുക്കത് മാറ്റാം ഈ എസെൻഷ്യൽ ഓയിൽ കൊണ്ട്. എന്താണ് ഈ എസെൻഷ്യൽ ഓയിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എസെൻഷ്യൽ ഓയിൽ ശരിക്കും പറഞ്ഞാൽ അത് ഈ പ്ലാന്റ്സിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു എണ്ണയാണ്. പ്ലാന്റ്സിൽ നിന്നും ട്രീസിൽ നിന്നും. പ്ലാന്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ ഇതിൻ്റെ ഓയിൽസ് എടുക്കാൻ? ഇല്ല, ട്രീസിൽ നിന്നും എടുക്കും. അതായത് ഇപ്പോൾ സാൻഡൽവുഡ്, അതുപോലെ തന്നെ സിഡാവുഡ്, അങ്ങനെ അതൊക്കെ അവരുടെ ആ തടിയിൽ നിന്നാണ് എടുക്കുന്നത്. ഫ്ലോറ വിഭാഗത്തിൽ നിന്ന് മാത്രം എടുക്കുന്നത്? അതെ, ഫ്ലവേഴ്സിൽ നിന്ന് ഇപ്പം ജാസ്മിന്, റോസ്, പിന്നെ ജെറേനിയം എന്ന് പറയും, പിന്നെ ലാവൻഡർ, അങ്ങനെയൊക്കെയാണ്. ഓരോ എസെൻഷ്യൽ ഓയിലും ഓരോ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അതെ അതെ, ഓരോ ഓയിൽസും ഓരോ ട്രീറ്റ്മെൻറ്റിനാണ്. ഇപ്പം സിട്രസ് ഓയിൽസ് ആണെങ്കിൽ നമുക്ക് സിട്രസ് ഓയിൽസ് തേച്ചിട്ട് നമുക്ക് വെയിലത്ത് പോകാനൊക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ സിട്രസ് ഓയിൽസ് എല്ലാം ഫോട്ടോ ടോക്സിക് ആണ്. അപ്പോൾ അത് കൂടുതൽ നമ്മൾ രാത്രികളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സിട്രസ് ഓയിൽസ് എല്ലാം നമ്മൾ രാത്രിയിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കാമിങ് ഓയിൽസ് എന്ന് പറയുമ്പോൾ ലാവൻഡർ ഓയിൽ കൂടുതലും എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് ഇച്ചിരി ഒരു മൈൽഡ് ഓയിലാണ്. ഈ അരോമ തെറാപ്പിക്ക് എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ് ഉണ്ടോ? ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളത് ചെയ്യാൻ പാടില്ല. ചിലർക്ക് ഹൈ ബ്ലഡ് പ്രഷർ, അങ്ങനെ അത്രയും ഹൈ ബ്ലഡ് പ്രഷർ ഭയങ്കര കൂടുതലാണെങ്കിൽ നമ്മൾ കഴിവതും ഓയിൽസ് നമ്മൾ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ചിലപ്പോൾ അത് അഗ്രവേറ്റ് ചെയ്യും. ചിലപ്പോൾ സ്ട്രോങ് ഓയിൽസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ കഴിവതും ഇത് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. പക്ഷേ നമ്മൾ ഓരോരുത്തർ വരുമ്പോൾ നമ്മൾ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ നോക്കും. എങ്ങനെയൊക്കെയാണ് നമ്മൾ അവരോട് ചോദിച്ചിട്ട് നമ്മൾ ഓരോ ബ്ലെൻഡ് നമ്മൾ അവർക്ക് കൊടുക്കത്തുള്ളൂ. പിന്നെ ഏതൊക്കെ രീതിയിൽ, ഇപ്പം നേരത്തെ പറഞ്ഞു ഡിപ്രഷന് ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കില്ല ഇപ്പോൾ അരോമ തെറാപ്പി കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോചനം കിട്ടുന്നുള്ള ഒരു രീതിയിലുള്ള നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ആ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏതൊക്കെ ടൈപ്പ് രോഗങ്ങൾക്ക് അരോമ തെറാപ്പി യൂസ് ചെയ്യുന്നത്? ഒത്തിരി ഉണ്ട്. അലർജിക്ക്, ഇപ്പം ചിലർക്ക് അലർജി കാണും, അലർജിക്കുള്ളതുണ്ട്. ഇപ്പോൾ സൈനസ്, മൈഗ്രെയിൻ, ഇതിനെല്ലാം അതിനുള്ള ഓയിൽസ് എല്ലാം ഉണ്ട്. ഫുള്ളി ക്യൂറാണ്. നമ്മളത് ഉപയോഗിച്ച് തുടങ്ങണം. ഇപ്പം നല്ല രീതിയിൽ ഇപ്പം മൈഗ്രെയിൻ ആണെങ്കിൽ പല ലെവൽസിലുള്ള മൈഗ്രെയിൻസ്, വർഷങ്ങളായ മൈഗ്രെയിൻ ഉണ്ടാകും, എല്ലാം ഇതിലൂടെ തന്നെ. അതെ, എസെൻഷ്യൽ ഓയിൽസ് നല്ലതായിട്ട് നമ്മുടെ ബോഡിയിൽ അത് വർക്ക് ചെയ്യും. പക്ഷെ നമുക്ക് ഒത്തിരിയും എല്ലാത്തിനും ഒരു ഡോസ് ഉണ്ട്. നമുക്ക് ഒത്തിരിയും അങ്ങനെ ഡ്രോപ്സ് ഒന്നും ഇടാനകത്തില്ല. എല്ലാത്തിനും ഒരു ഡോസേജ് ഉണ്ട്. ആ ഡോസേജ് അനുസരിച്ച് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. ബോഡി കണ്ടീഷൻ അതെ അതെ. ടെക്നോളജിയുടെ ലോകം ഇന്ന് വളരെ വേഗത്തിൽ കുതിച്ചു പായുകയാണ്.
സ്ത്രീകളെ സംബന്ധിക്കുന്ന ടെക്നോളജികളെ പറ്റി അറിയാം അടുത്ത സെഗ്മെന്റിലൂടെ. ലോകത്തിലെ ആദ്യത്തെ വളയുന്ന വയർലെസ് ഫോൺ പുറത്തിറക്കാനൊരുങ്ങുകയാണ് ശാസ്ത്രജ്ഞർ. ഫോൺ വളയുന്നതിലുപരിയായി ഫോണിനുള്ളിലെ ആപ്ലിക്കേഷനും വളയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എല്ലാ നിറങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഉയർന്ന റെസല്യൂഷനുമുള്ള ഫോണിന് റിഫ്ലെക്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. വളഞ്ഞ പ്രതലത്തിലൂടെ ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. മാത്രമല്ല ഫോണും യൂസറും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. ഫോണും യൂസറും തമ്മിലുള്ള സമ്പർക്കം വർദ്ധിപ്പിക്കാനായി പൂർണ്ണമായും പുതിയ രീതിയിൽ നിർമ്മിച്ചതാണ് റിഫ്ലെക്സ് എന്ന് കാനഡയിലെ ക്യൂൻ യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂമൻ മീഡിയ ലാബ് ഡയറക്ടർ റോയൽ വർത്തകൽ പറഞ്ഞു. പുസ്തകങ്ങളുടെ പേജുകൾ കൈകൊണ്ട് മാറ്റുന്നത് പോലെ ഫോണിലൂടെയും മാറ്റുവാൻ സാധിക്കും. ഫോൺ വലതുവശത്തേക്ക് തിരിച്ചാൽ പേജുകൾ വലതുവശത്തേക്കും, തിരിച്ചാണെങ്കിൽ ഇടതുവശത്തേക്കും മറിയും. അതുപോലെ തന്നെ ഗെയിം കളിക്കാനും റിഫ്ലെക്സ് ഫോൺ സ്ക്രീൻ വളരെ പ്രയോജനകരമാകും. ആൻഡ്രോയിഡ് 4.4 കിറ്റ്കാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണിൽ 720 പിക്സൽ LG ഫ്ലെക്സിബിൾ LED ടച്ച് സ്ക്രീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.